മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊപ്പം ചേർന്നുകൊണ്ട് ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി പോരടിച്ച രണ്ട് പേരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. വളരെയധികം നബിയോട് അടുത്ത ബന്ധം സ്ഥാപിച്ച ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക ആശ്ലേഷണത്തിന് ശേഷം മുസ്ലിങ്ങൾക്ക് വലിയൊരു ശക്തി ലഭിച്ചു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ ബി അഹബ്ബി ഹാദൈനി റജുലൈനി ഇലൈക ബി അബി ജഹൽ ഔ ബി ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറയുന്ന ഒരു ദുആ ഉണ്ട്. തുർമുദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ദുആ ആണ്. അല്ലാഹുവേ, ഇസ്ലാമിനെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരിൽ വെച്ചിട്ട്, രണ്ട് വ്യക്തികളിൽ വെച്ചിട്ട് ഏറ്റവും പ്രിയപ്പെട്ട രണ്ടാളുകളിൽ ഏതെങ്കിലും ഒരാളെ കൊണ്ട് നീ ഇസ്സത്തിലാക്കണേ എന്ന് പറയുന്നുണ്ട്. ഇവരിൽ ഒരാളെ കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചതിൽ ഒരു പേര് അബൂ ജഹലിൻ്റെ പേരാണെങ്കിൽ മറ്റൊന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പേരായിരുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ രണ്ട് വ്യക്തികളിൽ നിന്നും തിരഞ്ഞെടുത്തത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെയായിരുന്നു എന്നാണ് ചരിത്രത്തിൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ള മനോഹരമായ ഒരു വസ്തുത എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പദവിയൊക്കെ നമുക്ക് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അൽ ഫാറൂഖ് എന്നുള്ള പദവിയൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സത്യവും അസത്യവും വേർതിരിക്കുന്നവൻ എന്ന് പറയുന്ന ഒരു വലിയൊരു മഹത്വം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. എന്തിനോളം പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന ശൈത്വാന ലയഫിറു മിൻക യാ ഉമർ, ഉമറെ നിന്നെ കണ്ടാൽ ഷെയ്ത്താൻ വരെ ഓടി രക്ഷപ്പെടുന്നു ഉമറെ എന്ന് പറഞ്ഞുകൊണ്ട് പിശാച് പോലും പേടിച്ച, പിശാച് പോലും അദ്ദേഹത്തിൻ്റെ ഒരു അനക്കം കണ്ടാൽ പേടിച്ച് വഴിമാറുന്ന അത്രക്കും മൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ എന്ന് പറയുന്ന തരത്തിൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിച്ച വലിയ സൗഭാഗ്യം ലഭിച്ച മഹാനുഭാവനാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. മലക്കുകൾ സംസാരിക്കുന്നവരാണ് അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, ഇന്നഹു കാന ഫിൽ ഉമമി ഖബ്ലകും മുഹദ്ദസൂൻ ഫഇയകും ഫി ഉമ്മതി അഹദുൻ ഫഉമർ എന്ന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻ സമുദായങ്ങളിൽ അള്ളാഹു പ്രചോദനം നൽകിയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഉമ്മത്തിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അത് ഉമറാണ് എന്ന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അത്തരത്തിൽ വലിയ ഒരു മഹത്വം കൽപ്പിക്കപ്പെടുന്ന, ഒരു വലിയ പദവി ലഭിക്കപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിൻ്റെ പേര് ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് തന്നെയാണ്. ഗോത്രം ഖുറൈശ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഗോത്രം ഖുറൈശാണ്. മകൾ ഹഫ്സയാണ്. ഹഫ്സ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാകാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഹഫ്സ. അതുകൊണ്ട് തന്നെ റസൂലിൻ്റെ ഉറ്റ സഹചാരി എന്നതിലുപരി നബി തങ്ങളുടെ അമ്മോഷനും കൂടിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. മാത്രമല്ല സ്വർഗത്തിൽ അദ്ദേഹത്തിന് മഹത്തായ പ്രതിഫലം, മഹത്തായ പദവി ലഭിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഹദീസിൽ കാണാൻ പറ്റും. ദഖൽതുൽ ജന്നത ഫറഅയ്തു ഖസ്റൻ എന്ന് പറയുന്ന ഒരു ഹദീസിൽ കാണാം, ഫഖീല ലി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല, ഞാൻ സ്വർഗത്തിൽ ഒരു കൊട്ടാരം കണ്ടു, അത് ഉമറിൻ്റേതായിരുന്നു എന്ന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലെ കൊട്ടാരം വരെ വാഗ്ദാനം ചെയ്യപ്പെട്ട വലിയ പദവി ലഭിക്കപ്പെട്ട മഹാനുഭാവൻ. മാത്രമല്ല സ്വഹാബാക്കൾക്കിടയിൽ അദ്ദേഹത്തെ പിൻപറ്റാൻ പറ്റുമെന്ന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ശേഷം അബൂബക്കറും ഉമറും അവരെ നിങ്ങൾ പിന്തുടരണേ എന്ന് പറയുന്നുണ്ട്. ഇഖ്തദൂ ബില്ലദൈൻ മിൻ ബഅദി അബീ ബക്കർ വ ഉമർ എന്ന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അവരെ പിന്തുടരണേ. അതായത് അബൂബക്കർ തങ്ങൾ, പിന്നീട് ഉമർ തങ്ങളുടെ പേരും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വലിയ മഹത്വം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊപ്പം ചേർന്നുകൊണ്ട് നബി തങ്ങൾക്ക് എല്ലാ സമയത്തും ആശ്വാസമേകിയവരായിരുന്നു ബഹുമാനപ്പെട്ട ഷഹ്മുൽ ഹിമാം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ഖലീഫയായി ഭരണം ഏറ്റെടുത്തത് ഹിജ്റ 13-ലാണ്. 10 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ ഭരണം ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ധാരാളം വിജയങ്ങൾ, പേർഷ്യൻ എംപയർ പോലും കീഴടക്കി, അങ്ങനെ ധാരാളം പ്രസ്ഥാനങ്ങൾ, ധാരാളം വിഭാഗങ്ങളെ കീഴടക്കുകയും ജെറുസലേം തുറന്നു കൊടുക്കുകയും ഒക്കെ ചെയ്ത വലിയ യുദ്ധവിജയങ്ങളൊക്കെ നേടിയിട്ടുള്ള ഖലീഫയായിരുന്നു ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. ചരിത്രമൊക്കെ ഒരു നീതിമാൻ എന്ന പേരിൽ അറിയപ്പെടാൻ, ചരിത്രത്തിലൊക്കെ അത്തരം പേരിൽ അറിയപ്പെടാൻ അദ്ദേഹത്തിന് ധാരാളം കാരണങ്ങളുണ്ടായിട്ടുണ്ട്. രാത്രി വേഷം മാറിക്കൊണ്ട് ജനങ്ങളെ പരിശോധിച്ചു, വേഷം മാറിക്കൊണ്ട് ജനങ്ങളുടെ സ്ഥിതിവിശേഷങ്ങൾ പരിശോധിച്ചു എന്ന് പറയുന്ന നീതിമാന്മാരൊക്കെ ചെയ്യുന്ന വലിയ ഉത്തരവാദിത്തം അദ്ദേഹം കാണിച്ചു എന്നാണ് പറയുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഒരു വാക്കുണ്ട്, ജനങ്ങളെ നിങ്ങളെപ്പോഴാണ് അടിമകളാക്കിയത്, അവർ സ്വതന്ത്രരായിക്കൊണ്ട് തന്നെയാണ് ജനിച്ചതെന്ന് പറഞ്ഞുകൊണ്ട്. മാത്രമല്ല അദ്ദേഹം വളരെ തവാദുഉള്ള, വിനയമുള്ള മഹാമനുഷ്യയായിരുന്നു. വലിയൊരു സാമ്രാജ്യം ഭരിച്ചിട്ട് പോലും ലളിതമായ ജീവിതം, സാധാരണക്കാരുടെ വസ്ത്രം, അതുപോലെ തന്നെ ഭരണ സംവിധാനത്തെ പറ്റി പറയുമ്പോൾ ഒരു വലിയ ബൈത്തുൽമാൽ പോലത്തെ സമ്പ്രദായങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് നിയമന്യായ വ്യവസ്ഥയ്ക്ക് പുതിയൊരു വികസനങ്ങളൊക്കെ കൊണ്ടുവന്നു. മാത്രമല്ല
മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഒരു അടുപ്പത്തെ സംബന്ധിച്ച് തുർമുദി പറയുന്നുണ്ട്, ലൗ കാന ബഅദി നബിയ്യുൻ ലകാന ഉമർ, എൻ്റെ ശേഷം ഒരു നബി ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ഉമർ ആയിരിക്കും. ഇത് അദ്ദേഹത്തിന് ഉയർന്നൊരു സ്ഥാനമാണ് ചെറിയ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല അദ്ദേഹം ഹിജ്റ 23 വഫാത്താകുന്നത്. അബൂലു ഉരു എന്ന് പറയുന്നൊരു മജൂസിയാണ് അദ്ദേഹത്തെ വധിച്ചത്. അദ്ദേഹത്തിന് നിസ്കാരത്തിൻ്റെ ഇടയിലായിരുന്നു അദ്ദേഹത്തിന് കുത്തേറ്റത്. മാത്രമല്ല അദ്ദേഹം അവസാന സമയത്ത് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മർസുഖ്നി ഷഹാദതൻ ഫീ സബീലിക് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലാഹുവേ നിൻ്റെ മാർഗത്തിൽ ഷഹീദിൻ്റെ ഒരു പ്രതിഫലം എനിക്ക് നൽകണേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയും മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊപ്പം അന്തിയിറങ്ങാൻ പറ്റുന്ന രൂപത്തിൽ വഫാത്താവുകയും നബിയുടെ വഫാത്തിന് ശേഷം അദ്ദേഹം നബി തങ്ങളിലേക്ക് പ്രാപിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ആഗ്രഹിക്കുകയും അവസാന നബി തങ്ങൾക്കൊപ്പം തന്നെ കിടക്കാനും മറവ് ചെയ്യപ്പെടാനുമുള്ള മഹാഭാഗ്യം ലഭിക്കപ്പെടുകയും ചെയ്തു. ഇതൊക്കെ ഇസ്ലാമിക ചരിത്രത്തിൽ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ അറിയപ്പെടുന്ന വലിയ മഹത്വങ്ങളാണ്. മാത്രമല്ല ഉമർ തങ്ങളുടെ നീതിയുടെ ധാരാളം സംഭവങ്ങൾ ചരിത്രങ്ങളിലേക്ക് നമുക്ക് കാണാൻ കഴിയും. ഈജിപ്തിലെ ഒരു യുവാവും ഒരു ഗവർണറുടെ മകനും തമ്മിലുള്ള ഒരു കഥ പറയപ്പെടാറുണ്ട്. ഒരു യുവാവ് ഈജിപ്തിൽ നിന്നൊരു പരാതിയുമായിട്ട് വരികയാണ്. അങ്ങനെ ഗവർണറുടെ മകൻ എന്നെ അടിച്ചു എന്ന് പറയുന്നൊരു പരാതിയാണ് ആ യുവാവ് കൊണ്ടുവരുന്നത്. ഈ സമയത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു ആ ഗവർണറെയും മകനെയും വിളിച്ചു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഇലിരിബ് ഇബ്നുൽ അക്രമീൻ എന്ന് പറയുന്നുണ്ട്, നിന്നെ അടിച്ചതുപോലെ തന്നെ നീ അവനെ അടിക്കൂ എന്ന് പറയുന്നുണ്ട്. നിന്നെ അടിച്ചതുപോലെ തന്നെ നീ അവനെ അടിക്കൂ. ശേഷം ഉമർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ ഒരു പ്രയോഗമാണ്, ജനങ്ങളൊക്കെ സ്വതന്ത്രരായിട്ടാണ് ജനിക്കുന്നത്, പിന്നെ എന്തിനാണ് അവരെ അടിമകളാക്കി മാറ്റുന്നത്? എപ്പോഴാണ് അവർ അടിമകളായി മാറിയത് എന്ന് ചരിത്രത്തിൽ വളരെയധികം നെഞ്ചത്ത് തറക്കുന്ന ഒരു ചോദ്യം അദ്ദേഹം ചോദിച്ചുകൊണ്ട് ഒരു ഗവർണറുടെ മകനെ പോലും ശിക്ഷിക്കുന്ന രൂപത്തിലേക്ക് നീതി കാണിച്ചു എന്നാണ്. മറ്റൊരു സംഭവം പറയുന്നത് പാലിൽ വെള്ളം കലർത്തിയ ഒരു കുട്ടിയുടെ ചരിത്രമാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു രാത്രി ഇങ്ങനെ പരിശോധിക്കുന്നതിനിടയിൽ ഒരു ഉമ്മ മകളോട് പറയുന്നുണ്ട്, മോളെ പാലിൽ വെള്ളം കലർത്തിക്കോളൂ എന്ന്. മകൾ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ അത് വിലക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഉമ്മ പറഞ്ഞു, ഉമർ അത് കാണില്ല എന്ന് പറഞ്ഞപ്പോൾ മകൾ പറഞ്ഞു, അത് അള്ളാഹു കാണില്ലേ ഉമ്മ എന്ന് പറഞ്ഞു. ഈ ഒരു വചനം ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങൾ കേട്ടു. പിന്നീട് ആ പെൺകുട്ടിയെ തൻ്റെ കുടുംബത്തിലേക്ക് വിവാഹം ചെയ്തുകൊണ്ട് ആ സൂക്ഷ്മതയ്ക്ക് വലിയൊരു പ്രതിഫലം നൽകുകയും ചെയ്തു എന്നാണ്. അങ്ങനെ ആ ഒരു വളരെ അദ്ദേഹത്തിൻ്റെ നീതി നിറഞ്ഞ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് നന്മയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കാണിച്ച ഈ മഹത്വത്തെ നമ്മളൊരു ഗുണപാഠമായിട്ട് സിദ്ധിക്കണം. അതുപോലെ തന്നെ വളരെ ദുരിതകാലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ആ ദുരിതകാല സമയത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു സ്വയം തന്നെ നല്ല ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ജനങ്ങൾ കഴിക്കുന്നത് മാത്രം കഴിച്ചുകൊണ്ട് ജീവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്, ജനങ്ങളുടെ കഷ്ടം എനിക്ക് ബാധിക്കാത്ത പക്ഷം ഞാൻ എങ്ങനെ അവരുടെ ഭരണാധികാരിയാകും എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കൊക്കെ പ്രയാസം ബാധിച്ചപ്പോൾ അദ്ദേഹം ആ പ്രയാസത്തിൽ ഒരു ഖലീഫ എന്ന നിലക്ക് വലിയ സുഭിക്ഷമായ ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ ജനങ്ങൾക്കൊപ്പം തന്നെ നിന്നു എന്ന് പറയുന്നുണ്ട്. മറ്റൊരു കഥ പറയുന്നുണ്ട്, ഒരു ഒട്ടകം വളരെ നല്ല ആരോഗ്യത്തിൽ കണ്ടു. ആ സമയത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇതാരുടേതാണ്? അപ്പോൾ അദ്ദേഹത്തിന് മറുപടിയായിട്ട് കിട്ടിയത് ബൈത്തുൽ മാലിൻ്റേതാണ്. ഈ സമയത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഇത് നല്ല പുല്ല് ലഭിച്ചതുകൊണ്ടാണ്, ജനങ്ങൾ തെറ്റായി മനസ്സിലാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ അത് തിരുത്തുകയും ചെയ്തു എന്നാണ്. എല്ലാം കൊണ്ടും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഉമറുൽ ഫാറൂഖ് തങ്ങളും ഒരേപോലെയാണെങ്കിൽ പോലും ചരിത്രത്തിൻ്റെ പല താളുകളിലും രണ്ടു പേർക്കിടയിലും സ്വഭാവ വ്യത്യാസമുണ്ട് എന്ന് കാണപ്പെടുന്നുണ്ട്. അബൂബക്കർ തങ്ങൾ വളരെ സൗമ്യനായ, കരുണയുള്ള, എളുപ്പത്തിൽ കരയുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വളരെ ശക്തനായ, കഠിനമായ, നീതിയുള്ള, ഭയം ജനിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമുള്ള, വളരെ പേടി തോന്നിപ്പിക്കുന്ന ഒരു പ്രകൃതമുള്ള വ്യക്തിയായിരുന്നു. ഖിലാഫത്ത് ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം പൊട്ടിക്കരയുന്നത് കണ്ടപ്പോൾ പലരും അത്ഭുതപ്പെട്ടു പോയത്രേ, ഭരണം വീക്കായി പോകുമോ എന്നൊക്കെ പേടിച്ചുകൊണ്ട്. പക്ഷേ ഭരണം നീതിയിൽ അധിഷ്ഠിതമായ രൂപത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇഖ്ലാസ് വർദ്ധിക്കപ്പെട്ടു എന്ന് ചരിത്രത്തിൽ കാണാം. ചുരുക്കി പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇസ്ലാമിൻ്റെ ഒരു തൂണാണെങ്കിൽ ഉമറുൽ ഫാറൂഖ് തങ്ങൾ മറ്റൊരു തൂണാണ്. ഒരാൾ കരുണയുടെ പ്രതീകമാണെങ്കിൽ മറ്റൊരാൾ നീതിയുടെ പ്രതീകവുമായിരുന്നു. ഇവരിലൂടെയൊക്കെയാണ് ഇസ്ലാം ഇത്രത്തോളം സംരക്ഷിക്കപ്പെട്ടതും ശക്തിപ്പെട്ടതും ലോകത്ത് വ്യാപിക്കപ്പെട്ടതും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം.